അയ്യോ ഇതെന്താ മോളെ ഈ കേക്ക് ഇങ്ങനെ ഇരിക്കുന്നത്, എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു ഫിനിഷിംഗ് ഇല്ലല്ലോ ഈ കേക്കിന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കേക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോയ്ക്ക് നല്ല ലൈറ്റ് കിട്ടാനായിട്ട് ഹോളിൽ ഇരുന്നിട്ടാണ് ഡിസൈനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കയറി വന്നൊരു ആൻറ്റി ചോദിച്ച ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈയിടെ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കേക്കായിരുന്നു ഇത്. ഒരു ഫിനിഷിങ്ങും ഇല്ലാത്ത ഒരു ലുക്ക് അതായിരുന്നു ഈ കേക്കിന് ഉണ്ടായിരുന്നത്. ഒരു ബാപ്റ്റിസത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്ത കേക്കാണ്. കസ്റ്റമർ അയച്ചു തന്ന റെഫറൻസ് പിക്കിലെ പോലെ തന്നെ മാക്സിമം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ഒരു ടെക്സ്ചർ ആയിരുന്നു കേക്കിന് ഉണ്ടായിരുന്നത്. പക്ഷേ കാണുന്നവർക്ക് അത് അറിയില്ലല്ലോ. അവർ നോക്കുമ്പോഴത്തേക്കും കേക്ക് ആകപ്പാടെ ഫിനിഷ് ആക്കാതെ കുളമാക്കി വെച്ചേക്കുന്നു എന്ന് തോന്നും. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ കേക്കിലേക്ക് വരാം. നമ്മുടെ കേക്ക് ഒരു ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത കേക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പൂന്തോട്ടത്തിന് നടുക്ക് റേഞ്ചിൽ നിന്ന് എങ്ങനെ ഉണ്ടാവും, അതായിരുന്നു ആ ഒരു കേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഈ ഒരു പീച്ച് കളറായിരുന്നു അവരുടെ ഡ്രസ്സ്. അപ്പോൾ പീച്ച് കളറിൽ ഫ്ലവേഴ്സ് വെക്കാൻ പറഞ്ഞു. പിന്നെ കുറച്ച് ജിപ്സം പോലത്തെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾ പറ, ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന്. ആ ആൻറ്റി പറഞ്ഞ കണക്ക് ഫിനിഷിംഗ് ഇല്ലാത്ത പോലെയാണോ? എനിക്കെന്തായാലും അങ്ങനെയല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.